നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി നിർവഹിച്ചു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി നിർവഹിച്ചു. ഞാറ്റുവേല ചന്തയ്ക്ക് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള കൃഷിഭവൻ പ്രത്യേക താല്പര്യമെടുത്താണ് ഇന്ന് ഞാറ്റുവേല ചന്ത ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കുമ്പളങ്ങിയിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. വിഷമില്ലാത്ത സ്വന്തം വീടുകളിൽ ഉൽപ്പാദിപ്പിച്ച ചക്കയും മാങ്ങയും അതുപോലെ തന്നെ പപ്പായ, കോഴിമുട്ട, അതുപോലെ തന്നെ കുമ്പളം അടക്കമുള്ള ചക്ക അടക്കമുള്ള അച്ചാറുകള്, വിഷമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വിഷമില്ലാത്ത പച്ചക്കറികളും മറ്റു ഉൽപ്പന്നങ്ങളും നൽകുക എന്നതാണ് ഗ്രാമപഞ്ചായത്തിന്റെ ലക്ഷ്യം. പഞ്ചായത്ത് ഒന്നുകൂടി ചെയ്യുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പദ്ധതി, കുമ്പളങ്ങിയ കാർഷിക ഗ്രാമം പദ്ധതി തിരിച്ചു കൊണ്ടുവരണമെന്ന് സംസ്ഥാന സർക്കാരിനോട് MLA വഴി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൂടെ കൂടുതൽ സബ്സിഡിയോടുകൂടി തന്നെ ഈ ഉൽപ്പന്നങ്ങൾ വിവിധയായ എല്ലാം, കോഴി, താറാവ്, ആട്, പശു, അതുപോലെ തന്നെ പച്ചക്കറികൾ, നെല്ല്, നമ്മുടെ തെങ്ങ് കൃഷി അടക്കമുള്ള കാര്യങ്ങൾ ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നത് കൊണ്ട് അത് പുനരുജ്ജീവിപ്പിച്ച് കൂടുതൽ കർഷകരിലേക്ക് വിഷമില്ലാത്ത പച്ചക്കറികളും മറ്റു ഉൽപ്പന്നങ്ങളും എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഇവിടെ വളരെ മനോഹരമായ, ചെറുതാണെങ്കിൽ പോലും അവരവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന പച്ചക്കറികളും മറ്റു ഉൽപ്പന്നങ്ങളുമാണ് ഈ ഞാറ്റുവേല ചന്തയിലൂടെ ഇവിടെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് മാർഗരറ്റ് ലോറൻസ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ശാന്തിനി SM പദ്ധതി വിശദീകരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപി കാരക്കോടത്ത്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടെസി ജേക്കബ്, പഞ്ചായത്ത് അംഗം മേരി ജിൻസ, കാർഷിക വികസന സമിതി അംഗങ്ങളായ EV റാഫേൽ, KC കുഞ്ഞുകുട്ടി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വാർഡ് മെമ്പർമാരായ പീറ്റർ ലാലൻ, ഷെർമി ജോഷി, NN ഉത്തമൻ, TD സജീവൻ, ടോജി കോച്ചേരി, ആന്റണി KS, ഷെബിൻ ജോർജ്, കൃഷി അസിസ്റ്റന്റുമാരായ ശ്രീലക്ഷ്മി PB, വിനോദ് ലാൽ എന്നിവർ സന്നിധരായിരുന്നു. പരിപാടിയിൽ കാർഷിക വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി സൗജന്യമായി 500 പച്ചക്കറി വിത്ത് കിറ്റ് വിതരണം ചെയ്തു. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെ സംരക്ഷിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷയും സ്വയം പര്യാപ്തതയും കൈവരിക്കാനുള്ള കൂട്ടായ പരിശ്രമത്തിന്റെ പ്രതീകമാണ് വിളവിന്റെ വിസ്മയം. ഓണത്തോടനുബന്ധിച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന പച്ചക്കറികൾ ഉപയോഗിക്കാതെ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന വിളകളിൽ നിന്നും വിളവ് നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കുമ്പളങ്ങി കൃഷിഭവനിലെ ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് കർഷകർ തങ്ങളുടെ വീടുകളിൽ കൃഷി ചെയ്ത ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കൃഷിക്കൂട്ടങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും വിപണനം നടന്നു. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.